I think this will be the last question. Fine? Yes. ഏതാ? Hi. Inductor ഉണ്ട്, resistor ഉണ്ട്, capacitor ഉണ്ട്. In the given circuit, the sliding contact is pulled outwards at that electric current. Sliding contact is pulled outwards. Outwards പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടായിരിക്കണം അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് കൂടി ഉണ്ടാവുമെന്ന് മനസ്സിലാവണം. യെസ്. Said that electric current circuit changes at the rate of 8 ampere per second. ഇത് di/dt അല്ലേ? di/dt തന്നു 8 ampere per second. എന്നിട്ട് റെസിസ്റ്റൻസ് 12 ആകുമ്പോൾ വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട് ഏതാ? സെൽഫ് ഇൻഡക്ഷൻ, ഇൻഡക്ടർ ഉണ്ട്, കറണ്ട് ഉണ്ട്. ഇത് മിക്സ് ചെയ്ത് ക്വസ്റ്റൻ ആണ്. അപ്പോൾ AC ചാപ്റ്ററിൽ പറയാം നമുക്ക്. LR സർക്യൂട്ടൊക്കെ ഒരുമിച്ച് വേണമെങ്കിൽ പറയാം. LR സർക്യൂട്ട് മാത്രമല്ല, ട്രാൻസിയർ കറണ്ട്, വേരിയബിൾ കറണ്ടാണ് സാധനം. റൈറ്റ്. അപ്പോൾ ഏതാ കേസ്? അതും ക്രിച്ചോഫിന്റെ സെക്കൻഡ് ലോ ഉപയോഗിക്കണം. യെസ്, അടിപൊളിയായി. ഓക്കെ, ഇനി നോക്കാം. ഇതിൽ ബാക്ക് EMF ഉണ്ടാവുമല്ലോ, കറണ്ട് വേരി ചെയ്യുന്നുണ്ട്. ബാക്ക് EMFന്റെ വാല്യൂ എത്രയാ? L × di/dt. L di/dt. L എത്രയാ? ദാറ്റ് ഈസ് 3. di/dt 8, ദാറ്റ് ഈസ് 24. കൂടുകയാണോ കുറയാണോ? ഇവിടെ നോക്കിയോ, റെസിസ്റ്റൻസ് ഇത് പുൾഡ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുക. റെസിസ്റ്റൻസ് കൂടുകയാകുമ്പോൾ കറണ്ട് കുറയുകയാണ്. കറണ്ട് കുറയുകയാണെങ്കിൽ കറണ്ട് കൂട്ടുന്ന രീതിയിൽ വരണ്ടേ ബാക്ക് EMF? അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, ഞാൻ സർക്യൂട്ട് ഒന്ന് മാറ്റി വരയ്ക്കണേ. ഓൾറെഡി ഇതിലുള്ള കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ടാണ് വരിക. ആ കറണ്ടിനെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ബാക്ക് EMF, ഇതാണ് ബാക്ക് EMF, അതാണ് ഇപ്പോൾ 24 വോൾട്ട്. റൈറ്റ്. അതിൻ്റെ കറണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വരണം, നാലേ കൂട്ടുന്ന രീതിയിലാവും. പിന്നെ ഇവിടെ റെസിസ്റ്റൻസ്. യെസ്, ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 12 ഓം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. 12. അപ്പോൾ ക്രിച്ചോഫിൻ്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ക്രിച്ചോഫിൻ്റെ സെക്കൻഡ് ലോ ഞാൻ ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് തുടങ്ങി ഈ പോയിന്റ് തുടങ്ങി റൈറ്റിലേക്ക് നടന്നു. ആദ്യം കയറുന്ന സെല്ലിൻ്റെ നെഗറ്റീവ് എൻഡിൽ അപ്പോൾ EMF -24. ഇതിൽ വന്നു, റെസിസ്റ്ററിൽ കൂടെ പോകുന്നു, കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ ഞാൻ നടക്കുന്നു. അപ്പോൾ +IR, അപ്പോൾ I × 12. വീണ്ടും ഞാൻ ഇതിൽ നടന്ന് ഇങ്ങനെ കയറുന്നു, ഞാൻ കയറുന്ന സെല്ലിൻ്റെ നെഗറ്റീവ് എൻഡിൽ. അപ്പോൾ വീണ്ടും EMF -12 = 0. അതല്ലേ ക്രിച്ചോഫിൻ്റെ സെക്കൻഡ് ലോ വിത്ത് സൈൻ. യെസ്. അപ്പോൾ 12I = what? 36. Then I = 3 ampere. And that will be the end of the discussion. Thank you.